ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല സ്വാദിൽ ഒരു തോരനാണ് ഇന്ന് ഉണ്ടാക്കണേ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു, വേഗം ഉണ്ടാക്കാനും പറ്റും. സബോള തോരനാണ്. 8 സബോള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വലിപ്പമുള്ള സബോളയല്ല. വലുതാണ് എടുക്കണമെന്ന് വെച്ചാൽ 5 സബോളയൊക്കെ മതിയാവും. നടു മുറിച്ചിട്ട് കട്ടിയുള്ള ഭാഗം കളയാം. വലുതാണെങ്കിൽ നടു മുറിച്ചിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ പാകം വലിപ്പമാണ്, അതുകൊണ്ട് നേർ പകുതിയാക്കിയിട്ട് നീളത്തിൽ മുറിച്ചെടുക്കാം. തീരെ കനം കുറഞ്ഞ പീസസ് ആവരുത്, ഇത്ര വലിപ്പമൊക്കെ ആവാം. ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണിത്. സബോള വേഗം വേഗം നുറുക്കിയെടുക്കാമല്ലോ. സബോള ഇപ്പം നുറുക്കിക്കഴിഞ്ഞു. ഇനി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളിയാണ്, 4-5 എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും നുറുക്കാം. മൂന്നിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കാം. പച്ചമുളക് ജൂലിയൻ കട്ട് മതി, വേണമെങ്കിൽ മാറ്റി വയ്ക്കുകയും ചെയ്യാം. 3 പച്ചമുളകാണ് എടുത്തേക്കണേ, അധികം എരിവില്ലാത്ത മുളകാണ്. ചീനച്ചട്ടി ചൂടായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. 1 ടീസ്പൂൺ കടുകിടാം. കടുക് മുഴുവനും പൊട്ടി. ഇനി നുറുക്കി വെച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ വഴറ്റാം. കറിവേപ്പിലയും ചേർക്കാം. ഇഞ്ചിയേക്കാളും കുറച്ച് മൂപ്പ് കുറവും മതി വെളുത്തുള്ളിക്ക്. അതുകൊണ്ട് നുറുക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയേക്കാളും കുറച്ച് കനം കുറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വഴറ്റുമ്പോൾ വെവ്വേറെ ഇടേണ്ടി വരും. ആദ്യം ഇഞ്ചി ഇട്ടിട്ട് പകുതി മൂപ്പാവുമ്പോൾ വെളുത്തുള്ളി ചേർക്കാം. വല്ലാണ്ട് കളറും മാറണ്ട, മൂത്ത് വന്നാൽ മതി. ഇനി നുറുക്കി വെച്ച സബോള ഇടാം. നല്ലോണം ഇളക്കണം. എണ്ണ എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ ഇളക്കിയെടുക്കാം. സബോളയ്ക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് ഒന്ന് വഴന്നു കഴിഞ്ഞിട്ട് പൊടികൾ ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ മതി, അല്ലെങ്കിൽ വേവാണ്ട് കരിഞ്ഞു പോകും കഷ്ണങ്ങൾ. ഇത് റോസ്റ്റായിട്ട് വേണ്ട, തോരനാണല്ലോ. സബോള നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ആവിയിൽ വേഗം ആയിക്കോളും. ഒരു 2 മിനിറ്റ് ധാരാളമാണ്. ഇപ്പോൾ സ്റ്റിഫ്നെസ് ഒക്കെ പോയിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. സബോള കുഴഞ്ഞു വന്നിട്ടുണ്ട്. വെന്തു. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ബാക്കി മസാലയും ചേർക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ലോണം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഇളക്കാം. മസാല എല്ലായിടത്തേക്കും നല്ലോണം ആവണം. ഇനി 2 ടേബിൾ സ്പൂൺ നാളികേരം ചെറുകിയത് ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ചേർക്കാം. നല്ലോണം യോജിപ്പിക്കാം. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ മുളക് പൊടി ഒഴിവാക്കിയിട്ട് പകരം പെപ്പർ പൗഡർ ചേർക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ്. ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വേഗം കാണാം. താങ്ക് യു.